വഴുതക്കാട് ഒരു ശിവകുമാർ എന്ന് പറയുന്ന തട്ടുകട നടത്തുന്ന കുടുംബം, അത് ഒരു ആദിവാസി കുടുംബമാണ്. അവർക്കെതിരെ ഇങ്ങനെ വിഷയങ്ങളുണ്ടാവുന്നു. എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയുന്നത്? LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പിണറായി സർക്കാർ വന്നതിന് ശേഷം 4ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 4ാമത് വാർഷിക ആഘോഷം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് യാതൊരു നീതിയും ലഭ്യമാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ അടുത്ത ദിവസങ്ങളിലായി കേൾക്കാൻ കഴിയുന്ന കാര്യം. അതുതന്നെയാണ് ബിന്ദുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായ സംഭവം. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത എന്നുള്ള നിലയിൽ അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവർ ജനങ്ങളുടെ മുമ്പിൽ പറയുകയുണ്ടായി. അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ പോയി അവർ ജോലി ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് കിട്ടുന്ന പണം എടുത്തുകൊണ്ട് അവരുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം പാവങ്ങളൊക്കെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്ന അവസരത്തിൽ ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ല എങ്കിൽ അത് ഇവർ തന്നെ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായി ഞാൻ കാണുന്നില്ല. കാരണം ബിന്ദു അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് ബിന്ദു ചോദിച്ചു. ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം 4ാമത് വാർഷിക ആഘോഷം വളരെ ആഘോഷപൂർവ്വം കേരളത്തിലുടനീളം നടത്തുമ്പോൾ ഇതുപോലെയുള്ള പട്ടിണി പാവങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുവാൻ അദ്ദേഹം തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അതിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.